മലയാള സിനിമയിലേക്ക് ഒരു കാറ്റായി വന്ന് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ നടിയാണ് ഭാവന. നമ്മൾ എന്ന ചിത്രത്തിലൂടെ കരിയർ ആരംഭിച്ച് വളരെ പെട്ടെന്നാണ് അവർ സൗത്ത് ഇന്ത്യയിലെ മുൻനിര നായകന്മാരിൽ ഒരാളായി മാറിയത്. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ തിളങ്ങി നിന്ന ഭാവന ഇന്ന് സിനിമകളുടെ എണ്ണത്തിൽ വലിയൊരു കുറവ് വരുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് താൻ സിനിമകൾ കുറച്ചത്? എന്താണ് ഭാവനയുടെ ചിന്താഗതിയിൽ വന്ന മാറ്റം? അടുത്തിടെ 13 മീഡിയ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ താരം മനസ്സ് തുറക്കുകയാണ്. 20കളിൽ എന്നെ എല്ലാം വിഷമിപ്പിച്ചിരുന്നു. ഭാവനയുടെ വാക്കുകളിൽ ഇന്നൊരു വലിയ തിരിച്ചറിവിന്റെ വെളിച്ചമുണ്ട്. തന്റെ 20കളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സിനിമ മാത്രമായിരുന്നു തന്റെ ലോകമെന്ന് ഭാവന സമ്മതിക്കുന്നു. സിനിമയില്ലെങ്കിൽ മറ്റെന്ത് എന്ന ചിന്തയായിരുന്നു അന്ന്. കരിയറിനെ ചുറ്റിപ്പറ്റി മാത്രം ജീവിതം നീങ്ങിയ ആ കാലഘട്ടത്തിൽ സിനിമയോടുള്ള ഒരു തരം ഒബ്സഷൻ അഥവാ അമിതമായ വാശിയായി മാറിയിരുന്നു. ഒരു പ്രോജക്റ്റ് നഷ്ടപ്പെടുമ്പോഴോ കരിയറിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ അത് വ്യക്തി ജീവിതത്തെയും മാനസികാവസ്ഥയെയും ഗുരുതരമായി ബാധിച്ചിരുന്ന ഒരു കാലം ഭാവനയ്ക്കുണ്ടായിരുന്നു. കഠിനാധ്വാനം ചെയ്താൽ മാത്രം വിജയം ഉറപ്പ് നൽകുന്ന ഒരിടമല്ല സിനിമയെന്ന് ഭാവന ഓർമ്മിപ്പിക്കുന്നു. ഇതൊരു സാധാരണ കമ്പനി ജോലി പോലെയല്ല. ഇവിടെ പ്രതിഭയ്ക്കൊപ്പം ഭാഗ്യമെന്ന ഘടകം കൂടി അനിവാര്യമാണ്. പലപ്പോഴും അവസാന നിമിഷങ്ങളിലാകാം വലിയ പ്രോജക്റ്റുകൾ പോലും കൈവിട്ടു പോകുന്നത്. പലരുടെയും വ്യക്തിപരമായ താല്പര്യങ്ങൾ കാരണവും സിനിമകൾ മാറിപ്പോകും. ഒരു സിനിമയുടെ വിജയം ഒരാളുടെ ജീവിതം മാറ്റിമറിക്കുമ്പോൾ അതിന്റെ പരാജയം വലിയ തിരിച്ചടികൾ നൽകും. ഒരു നടി എന്ന നിലയിൽ എപ്പോഴും റെലവൻ്റായി നിൽക്കുകയോ വിചാരിക്കുന്നത് പോലെ കഥാപാത്രങ്ങൾ ലഭിക്കുകയോ ചെയ്യുക എളുപ്പമല്ല. അഭിമുഖത്തിൽ ഭാവന തുറന്നു പറയുന്ന മറ്റൊരു പ്രധാന യാഥാർത്ഥ്യം സിനിമ എന്നത് ഇപ്പോഴും ഒരു മെയിൽ ഡൊമിനേറ്റഡ് ഇൻഡസ്ട്രി ആണെന്ന് അവർ വ്യക്തമാക്കുന്നു. അങ്ങനെയൊരു മേഖലയിൽ ഒരു നടിക്ക് സ്വന്തമായ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കിയെടുക്കുകയോ അത് നിലനിർത്തുകയോ ചെയ്യുക എന്നത് അത്യന്തം കഠിനമായ കാര്യമാണ്. ഇത്തരം യാഥാർത്ഥ്യങ്ങളോട് പൊരുതി മുന്നേറുന്നതിനിടയിലാണ് ഭാവന തന്റെ ചിന്താഗതികളിൽ മാറ്റം വരുത്താൻ തീരുമാനിക്കുന്നത്. മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തെക്കുറിച്ച് ഭാവന സംസാരിക്കുന്നുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്കിത്ര ഒബ്സഷൻ വേണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സിനിമ എൻ്റെ ജീവിതമല്ല, അത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഈ ഒരൊറ്റ ചിന്തയാണ് ഭാവനയെ ഇന്ന് സമാധാനമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നത്. സിനിമയിലെ ആ മത്സര ഓട്ടത്തിന് താൻ ഇനിയില്ല എന്ന് ഭാവന ഉറപ്പിച്ചു പറയുന്നു. ഇന്ന് സിനിമകളുടെ എണ്ണത്തേക്കാൾ ഭാവന പ്രാധാന്യം നൽകുന്നത് തന്റെ സമാധാനപൂർവ്വവും സന്തോഷകരവും ആരോഗ്യവുമുള്ള ജീവിതത്തിനാണ്. ഭാവന കടന്നുപോയ ഈ മാനസികാവസ്ഥയിലൂടെ ഒരുപക്ഷെ എല്ലാ നടിമാരും ഒരു ഘട്ടത്തിൽ കടന്നു പോകുന്നുണ്ടാകാം. പ്രായവും അനുഭവങ്ങളും നൽകുന്ന പക്വതയാണ് ഇന്ന് ഭാവനയെ നയിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയധികം ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ മാത്രം മതിയെന്ന തീരുമാനം അവർ എടുത്തത്. കരിയറിലെ ഉയർച്ച താഴ്ചകളേക്കാൾ സ്വന്തം മനസ്സിന്റെ സമാധാനത്തിന് വില നൽകുന്ന ഭാവനയുടെ ഈ പുതിയ പതിപ്പ് ഒട്ടേറെ പേർക്ക് പ്രചോദനമാണ്. സിനിമകൾ കുറവാണെങ്കിലും ചെയ്യുന്നവ മികച്ചതാക്കി ഭാവന ഇനിയും നമ്മളെ വിസ്മയിപ്പിക്കട്ടെ. ഭാവനയുടെ ഈ നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.